ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്തുകൊണ്ടായിരിക്കും മാണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്തായിരിക്കും അതിൻ്റെ ഒരു രഹസ്യം? അതിൽ രാഷ്ട്രീയമായിട്ട് നോക്കും മുസ്ലിം ലീഗുകാർ വളരെ ഹൃദയവിശാലതയുള്ളവരാണ്. അവരെ ഇങ്ങനെ പിണങ്ങി പോകുന്നവരെ തിരിച്ചു കൊണ്ടിരുന്നവരാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. അത് ഒരു ചെറിയ പരിധിവരെ ശരിയുമാണ്. പണ്ട് കെ മുരളീധരൻ പോയപ്പോഴും അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നത് മുസ്ലിം ലീഗുകാരാണ്. പക്ഷേ അതിൻ്റെ ഫലം വിപരീതമായിരുന്നു. കെ കരുണാകരൻ DIC ഇട്ട് പോയിട്ട് വന്ന ആളുകളെയൊക്കെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു, കോൺഗ്രസ്സുകാരെ DICക്കാർ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കാറ്റസ്ട്രോഫിക് ആയിരുന്നു. എങ്കിൽ പോലും ചെയ്യിച്ചത് ലീഗാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോസ് കെ മാണി കെ എം മാണി ഉള്ള സമയത്ത് മാണി ഗ്രൂപ്പുകാരെ ഒന്ന് തെറ്റിപ്പിരിച്ച് പോയതാണ്. അന്ന് ലീഗ് മുൻകൈ എടുത്തിട്ടാണ് അവർ തിരിച്ചു കൊടുത്തത്. അതിന് ഫലമായിട്ട് പ്രത്യുപകാരമായിട്ട് കോൺഗ്രസിൻ്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ത്യാഗം എപ്പോഴും കോൺഗ്രസിൻ്റെ ചിലവിലായിരിക്കും, അതിൻ്റെ ദൗത്യം ലീഗിൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. അത് നല്ല സുഖമുള്ള കാര്യമല്ലേ. ഇപ്പം നമ്മൾ പഴനിമലയ്ക്ക് പോകും. പഴനിമലയിൽ എന്താണ് മറ്റേ ശയനപ്രദക്ഷിണം നടത്താം. ഞാൻ പോകുമ്പോൾ ഞാൻ ശയനപ്രദക്ഷിണം നടത്താമെന്ന് എന്താണ് നേർച്ച ചേർന്നിട്ട് ഞാൻ പോകണമെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അയൽവക്കക്കാരനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കാം എന്ന് ഞാൻ നേർച്ച ചേർന്ന് എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഗുണം കിട്ടുന്നത് എനിക്കും, ശയനപ്രദക്ഷിണം നടത്തുന്ന അയൽവക്കാരൻ. ഇതാണ് ലീഗിൻ്റെ മനസ്സ്. ത്യാഗമൊക്കെ കോൺഗ്രസിൻ്റെ ചെലവിലായിരിക്കും, അതിൻ്റെ ഉത്തരവാദിത്തം ലീഗിനായിരിക്കും, അതിൻ്റെ ക്രെഡിറ്റ് ലീഗിനായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ത്യാഗികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്, ലീഗിൽ ഇത്തിരി കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല നാടകങ്ങളുണ്ട്. പക്ഷേ ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ, ലീഗിന് ഇതിൻ്റെ അകത്ത് ഒരു താല്പര്യം, ഒന്ന് UDFൻ്റെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഒന്നും കൂട്ടിയാൽ രണ്ടാകും എന്ന തിയറി അനുസരിച്ച് ഇപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, മാണി ഗ്രൂപ്പ് കൂടി വന്നാൽ നെയ്യപ്പത്തിന് നെയ്യ് അധികമായതുകൊണ്ട് സ്വാദ് കുറയുകയില്ല എന്ന തിയറി വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ വന്നാൽ വിപരീത ഫലം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവർ വരുമ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥികളെ ജോസഫ് ഗ്രൂപ്പുകാരും വില വയ്ക്കും, കോൺഗ്രസ്സുകാരും വില വയ്ക്കും, മറ്റ് ഘടകകക്ഷികളെ എല്ലാം വില വയ്ക്കും, ജോസ് മോനോടുള്ള വിരോധം കൊണ്ട്. പിന്നെ ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മാണി ഗ്രൂപ്പുകാർ തന്നെ വോട്ട് കോൺഗ്രസ്സിന് ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതല്ല വിഷയം. പിന്നെ ഈ ലീഗിനെ സംബന്ധിച്ചോളം ലീഗ് ഇതിലൊരു പ്രധാനപ്പെട്ട ആളാണ്. ഘടകകക്ഷികൾക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അസ്വാരസ്യം ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൂട്ടി വയ്പ്പിക്കുന്ന ഒരു ഫെവിക്കോളാണ് ലീഗ് എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ. പിന്നെ കോൺഗ്രസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ, ഒരു കയ്പ് ഗുളിക ലീഗ് ഒരു ഷുഗർ കോട്ടിങ് ഇട്ട് കൊടുക്കും, അതിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തതും കൂടുതൽ ഗുരുതരമായേക്കാവുന്നതുമായ യഥാർത്ഥ കാരണം, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDFന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ MLAമാരുടെ എണ്ണം പരമാവധി കുറഞ്ഞിരിക്കണം. പോയിന്റ് മനസ്സിലായോ? ഓക്കെ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ലീഗിന് ഏറ്റവും കൂടിയാൽ 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റിലേ ജയിക്കാൻ പറ്റുള്ളൂ. 140-ൽ 20 സീറ്റ് കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും നടത്താൻ പറ്റില്ല. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ ഒരു 45-50 സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ലീഗിൻ്റെ ബാർഗൈനിങ് പവർ വല്ലാതെ കുറയും. മനസ്സിലായോ? അപ്പോൾ തുല്യന്മാർ തമ്മിലുള്ള ഒരു വിലപേശൽ, അല്ലെങ്കിൽ വളരെ അതുല്യന്മാർ തമ്മിലുള്ള വിലപേശലായി പോകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിൻ്റെ MLAമാരുടെ എണ്ണം കുറയണം. മാണി ഗ്രൂപ്പിൻ്റെ അല്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടുപേർ കൂടി ചേർന്നിട്ട് വിലപേശാം. ഇടത് വിങ്ങിൽ നിന്ന് ലീഗും വലത് വിങ്ങിൽ നിന്ന് കേരള കോൺഗ്രസും വിലപേശും, നടുവിൽ നിന്ന് കോൺഗ്രസ് ഇതൊക്കെ അനുഭവിക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ കോൺഗ്രസിൻ്റെ MLAമാരുടെ എണ്ണം കുറയേണ്ടത് കേരള കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, അതിനേക്കാൾ കൂടുതലായിട്ട് ലീഗിൻ്റെ ആവശ്യമാണ്. എന്നാലേ ഇവരുടെ കൈയിട്ട് വരൽ അഥവാ അവരുടെ പേശീബലം കുറയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമായിട്ടുള്ളൊരു കാര്യമേ അല്ല ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം.